പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച മാസത്തിലും ദിവസത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത് ദിവസത്തിലാണ് ജനിച്ചത്? റബീഉൽ അവ്വൽ മാസത്തിൽ, അതിൽ പോലും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇനി റബീഉൽ അവ്വൽ മാസത്തിൽ തന്നെ ഏതു ദിവസം? 2 എന്ന അഭിപ്രായം പറഞ്ഞവരുണ്ട്, 8 എന്ന അഭിപ്രായം പറഞ്ഞ താബീകളായ പണ്ഡിതന്മാരുണ്ട്, 9 എന്ന അഭിപ്രായം പറഞ്ഞവരുണ്ട്, 10 എന്ന അഭിപ്രായം പറഞ്ഞവരുണ്ട്, 12 എന്ന അഭിപ്രായം പറഞ്ഞവരുണ്ട്. എന്തുകൊണ്ട് ഈ അഭിപ്രായ വ്യത്യാസം വന്നു? ആശൂറ നോമ്പ് എന്നാണ്. മുസ്ലിമീങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? അന്നൊരു ഇബാദത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അറഫ നോമ്പ് എപ്പോഴാണ്? ദുൽഹിജ്ജ 9-നാണ് എല്ലാവരും അറഫ നോമ്പ് അനുഷ്ഠിക്കുന്നത്. ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടോ? അന്നൊരു ഇബാദത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. റബീഉൽ അവ്വൽ 12-നാണോ 9-നാണോ 8-നാണോ 2-നാണോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനനം എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം വന്നു. എന്തുകൊണ്ട്? അന്നൊരു ഇബാദത്തും ഇസ്ലാം ദീനിലില്ല. അന്ന് ചെയ്യേണ്ടതായിട്ടൊന്നും തന്നെ ഇസ്ലാം ദീനിൽ പഠിപ്പിച്ചിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച അതേ ദിവസം പ്രവാചകന്റെ കൂടെ ജനിച്ച സ്വഹാബാക്കളില്ലേ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച അതേ മാസം ജനിച്ച സ്വഹാബാക്കളില്ലേ? അവരെങ്കിലും ആ ദിവസം ഒന്ന് നോട്ട് ചെയ്തു വെച്ചിട്ട് ഇന്നാണ് നബി ജനിച്ചത്, അന്ന് പ്രത്യേകമായ പോരിശയുണ്ട്, അന്ന് പ്രത്യേകമായ ആഘോഷമുണ്ട്, അന്ന് പ്രത്യേകമായ ഒരു മൗലിദുണ്ട് എന്ന് പറഞ്ഞവർ നടത്തിയിട്ടില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ദിവസത്തിന്റെ വിഷയത്തിൽ പോലും അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതോ റബീഉൽ അവ്വൽ 12-ന്. വഫാത്ത് റബീഉൽ അവ്വൽ 12-ന്. ഇസ്ലാമിക ചരിത്രത്തിൽ പരിചയമുള്ള റബീഉൽ അവ്വൽ 12 എന്താണ്? മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല പറയുകയാണ്, ഫലമ്മാ കാനൽ യൗമുൽ ലദി മാത ഫീ അസ്ലമ മിൻഹാ കുല്ലു ഷൈഇൻ. മദീന ഇരുട്ട് നിറഞ്ഞു. റബീഉൽ അവ്വൽ 12-ന്റെ അന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് നിന്ന് വിട പറഞ്ഞപ്പോ അവരുടെ കണ്ണുകളിൽ ഇരുട്ട് പടർന്നു. മദീന ഇരുട്ട് നിറഞ്ഞ ദിവസമാണ്. ഇന്ന് 24 മണിക്കൂറും വിളക്ക് കത്തണമെന്നാണ്. പള്ളികൾ അണിയിച്ചൊരുക്കുന്നു, തോരണങ്ങൾ തൂക്കുന്നു, അലങ്കാര ബൾബുകൾ അങ്ങാടികൾ നിറക്കുന്നു, മുഴുവൻ വെളിച്ചം നിറക്കാൻ. മദീന ഇരുട്ട് നിറഞ്ഞ ദിവസത്തിൽ. അതിന് മറുപടി ഇതാ, മരിച്ചാൽ ദുഃഖാചരണം 3 ദിവസേ പാടുള്ളൂ. പിന്നെ എന്തിനാണ് ഈ നാട്ടിലെ ഈ ആണ്ട് നേർച്ചകൾ? മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ ആണ്ട് നേർച്ച എന്തടിസ്ഥാനത്തിലാണ്? റിഫായി ഷെയ്ഖിന്റെ ആണ്ട് നേർച്ച എന്തടിസ്ഥാനത്തിലാണ്? സാധാരണക്കാരുടെ വീട്ടിൽ മരണം നടന്നു കഴിഞ്ഞാൽ ഓരോ വർഷവും ആണ്ട് നേർച്ചകൾ നടത്തി ഭക്ഷണം കഴിക്കുന്നു, പ്രത്യേകമായ ചടങ്ങുകൾ നിർവഹിക്കുന്നു. അതെല്ലാം എന്തടിസ്ഥാനത്തിലാണ്? ദുഃഖാചരണം 3 ദിവസേ ഉള്ളൂ. ആഘോഷവും ജനിച്ച ദിവസത്തിൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. രണ്ടും ചൂഷണമാണ്. മരണത്തിന്റെ പേരിലും ചൂഷണമുണ്ട്, ജനനത്തിന്റെ പേരിലും ഇവിടെ ഉമ്മത്തിനെ ചൂഷണം ചെയ്യുന്നുണ്ട്. ഇത് ദീനല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. 9-ാമത്തെ വിഷയം, ഇതിന്റെ തുടക്കക്കാർ സച്ചരിതരല്ല. ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഏറ്റവും നല്ല ഉത്തമമായ തലമുറ എന്റെ സ്വഹാബത്തിന്റെ തലമുറ. നമ്മൾ ഉഹുദ് മലയോളം സ്വർണം കൊടുത്തു, സ്വഹാബത്ത് ഒരു മുദ്ദാണ് കൊടുക്കുന്നത്. അത് സ്വർണ്ണാകണമെന്നില്ല, അത് ഗോതമ്പാണ്, ബാർലിയാണ്, എന്തുമായിക്കൊള്ളട്ടെ. അവരുടെ ഒരു മുദ്ദിനോളം നമ്മുടെ സ്വർണ്ണ മലകൾ എത്തുകയില്ല. അതാണ് സ്വഹാബാക്കൾ. ആ സ്വഹാബികളിൽ നിന്ന് ദീനു പഠിച്ച താബികൾ, തബഉ താബികൾ, അവർക്കാർക്കും ഈ ആഘോഷം പരിചയമില്ല. 4 ഇമാമിങ്ങൾക്ക് പരിചയമില്ല. ആ 4 ഇമാമിങ്ങളുടെ കിതാബുകളിൽ ചർച്ച ചെയ്യാതെ പോയ ഏത് മസ്അലകളാണുള്ളത്? ഇമാം അബൂ ഹനീഫയുടെ കിതാബിൽ, ഇമാം മാലിക്കിന്റെ കിതാബിൽ, ഇമാം ഷാഫിയുടെ കിതാബിൽ അതിൽ ചർച്ച ചെയ്യാതെ പോയ ഏതു മസ്അലകളാണുള്ളത്? ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, ഇസ്ലാമിക ചരിത്രത്തിലെ മഹാപണ്ഡിതന്മാർ, അവർക്ക് പരിചയമില്ല. പിന്നെ തുടങ്ങിയതാരാണ്? 3-ാം നൂറ്റാണ്ടിൽ ഉബൈദിയാക്കളാണ് ഈ ആചാരം തുടങ്ങിയത്. അവര് സ്വയം പേര് വിളിച്ചു ഫാത്തിമിയാക്കൾ. മദ്യപാനം അനുവദിച്ച, വ്യഭിചാരം അനുവദിച്ച, ഭരണാധികാരിക്ക് സുജൂദ് ചെയ്യണമെന്ന് വാദിച്ച, ഇസ്ലാമിക ലോകം ഒന്നടങ്കം പുറംതള്ളിയ ഉബൈദിയാക്കൾ തുടങ്ങിവെച്ചൊരാചാരം. ആദ്യത്തെ 6 നൂറ്റാണ്ടിനിടയിൽ ഷിയാക്കളല്ലാതെ ഇസ്ലാമിക ലോകത്തെ ഏതെങ്കിലും ഇസ്ലാമിന്റെ പണ്ഡിതന്മാർ ഈ ഒരു ആഘോഷത്തിന്റെ പിറകെയുണ്ടോ? പിന്നെ ആയത്തുണ്ട് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫബിദാലിക ഫൽയഫ്റഹൂ. ഖുർആനിലെ ആയത്തുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിലെ 6 നൂറ്റാണ്ടിലെ മഹാപണ്ഡിതന്മാർക്ക്, സ്വഹാബാക്കൾക്ക്, താബികൾക്ക്, തബഉ താബികൾക്ക് ഈ ആയത്ത് പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കാൻ തെളിവാണെന്ന് മനസ്സിലായില്ലേ? അറിഞ്ഞിട്ടും അവരാ നന്മ നഷ്ടപ്പെടുത്തിയോ? സ്വഹാബികൾ നഷ്ടപ്പെടുത്തിയോ? അള്ളാന്റെ ഖുർആനിൽ ജന്മദിനം ആഘോഷിക്കാൻ ഒരു ആയത്തുണ്ടായിട്ട് ഒരു ഈത്തപ്പഴം കൊണ്ടെങ്കിലും അവർ ജന്മദിനം ആഘോഷിച്ചോ? ആദ്യത്തെ 6 തലമുറകൾക്ക് ഈ നന്മ ആവശ്യമില്ലേ?
അതുകൊണ്ട് പ്രിയമുള്ളവരെ, വളരെ ഗൗരവത്തോടുകൂടെ ഇത്തരം വിഷയം മനസ്സിലാക്കണം. 10ാമത്തെ കാര്യം, ദീനിലില്ലാത്തത് കൊണ്ടുവന്നാൽ എന്ത് ചെയ്യണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ദീനിലില്ലാത്തൊരു കാര്യം ഒരാൾ കൊണ്ടുവന്നു, എന്ത് ചെയ്യണം? ഒന്നും പഠിപ്പിക്കാതെ അള്ളാന്റെ റസൂല് പോയിട്ടില്ല. ഒരു ഇൽമും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഷ്ടപ്പെടുത്തിയിട്ടില്ല. ചില ആളുകൾ വരും, ഇത് നന്മയാണ്, ഇത് പുണ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദീനിൽ കൊണ്ടുവരും. എന്തു ചെയ്യണം? മൻ അമില അമലൻ ലൈസ അലൈഹി അംറുന ഫഹുവ റദ്ദുൻ മൻ അഹ്ദസ ഫീ അംരിന ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. അത് തള്ളിക്കളയണം. അത് ഇസ്ലാം ദീനിലില്ല. അവർക്കത് ചെയ്തു പോകാം. ഇസ്ലാമിന്റെ പേരിൽ അത് വെക്കേണ്ടതില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ട് പ്രവാചക സ്നേഹം ഈ ആഘോഷങ്ങൾക്കെതിരെ സംസാരിക്കലാണ്. മഹാനായ അബൂ ഇദ്രീസ് അൽ ഖൗലാനി അദ്ദേഹം പറയുകയാണ്, ലഅൻ അറാ ഫിൽ മസ്ജിദി നാറൻ ലാ അസ്തതിഉ ഇത്ഫാഅഹ അഹബ്ബു ഇലയ്യ മിൻ അൻ അറാ ഫീഹി ബിദ്അ ലാ അസ്തതിഉ തഗ്യീറഹ. ഒരു ബിദ്അത്ത് നടക്കുന്നു, ആ ബിദ്അത്തിനെ മാറ്റാൻ എനിക്ക് കഴിയുന്നില്ല. അതാണ് എനിക്ക് ഏറ്റവും പ്രയാസം. ഈ നിൽക്കുന്ന പള്ളിയുണ്ടല്ലോ, ആ പള്ളിയിൽ തീയാളിപ്പടർന്ന് അതിനെ അണക്കാൻ എനിക്ക് കഴിയാതിരിക്കുന്നതിനേക്കാൾ എനിക്ക് പ്രയാസം ബിദ്അത്തിനെ മാറ്റാൻ കഴിയാത്തതാണ്. അള്ളാന്റെ പള്ളി, ആ പള്ളിയിൽ തീ ആളിപ്പടരുന്നതിനേക്കാൾ ഞാൻ പേടിക്കുന്നു.